എങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത്? നിരന്തരം കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യകുലത്തിന് ഇന്നും ഉത്തരം കണ്ടെത്താനാവാത്ത ചോദ്യമാണത്. അനേകം കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും കൗതുകം ലേശം കൂടുതലുള്ള മനുഷ്യന് ഈ ഉത്തരത്തിലൊന്നും ഇതുവരെയും തൃപ്തി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവൻ എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ചർച്ചകളും തർക്കങ്ങളും പൊടിപൊടിക്കുന്നു. ഇപ്പോഴിതാ ജീവന്റെ ഉത്ഭവം സംബന്ധിച്ച പഠനത്തിൽ പുതിയൊരു സിദ്ധാന്തം കൂടി ചേർത്തിരിക്കുകയാണ് ഗവേഷകർ. സൗരയൂഥത്തിലെ പാറക്കഷ്ണത്തിൽ ശാസ്ത്രലോകം ഗ്ലൂക്കോസ് കണ്ടെത്തിയിരിക്കുന്നു. സൂര്യനിൽ നിന്ന് ഏകദേശം 643.73 കോടി കിലോമീറ്റർ അകലെയുള്ള അരോക്കോത്ത് എന്ന പാറക്കൂട്ടമാണ് പഞ്ചസാര കൊണ്ട് മൂടപ്പെട്ടതായി ഫ്രാൻസിലെയും US-ലെയും ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടാൽ ഡ്രംസ്റ്റിക് പോലെയോ ചിക്കൻ കാല് പോലെയോ ഒക്കെ തോന്നിക്കുന്ന രൂപമാണ് അരോക്കോത്തിന്. അധികം പഴുപ്പെത്താത്ത സ്ട്രോബെറി പോലെ പിങ്കു കലർന്ന ചുവപ്പ് നിറമാണ് അരോക്കോത്തിന്റെ ഉപരിതലത്തിന്. ഇതിന് കാരണം ഗ്ലൂക്കോസിന്റെ സാന്നിധ്യമാണെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. അരോക്കോത്തിലെ പരിസ്ഥിതി ലബോറട്ടറിയിൽ പുനർനിർമ്മിച്ചാണ് പഠനം നടത്തിയത്. ഇതിൽ ചില ഗ്ലൂക്കോസ് കണങ്ങൾ മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും RNA-യിലും കാണപ്പെടുന്നതിനാൽ അരോക്കോത്തിലെ ജീവൻ സംബന്ധിച്ചും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. ജീവന്റെ ഉത്ഭവത്തിനാവശ്യമായ ഗ്ലൂക്കോസ് തന്മാത്രകളെ ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് വാൽ നക്ഷത്രങ്ങളിലൂടെ ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കാം എന്നെല്ലാമാണ് ഗവേഷകരുടെ നിഗമനം. എന്നാൽ നാസ ഇത് തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. വളരെയേറെ തണുപ്പുള്ള മേഖലയായതിനാൽ അരോക്കോത്തിൽ ജീവനുണ്ടാകാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് നാസയുടെ അഭിപ്രായം. സൗരയൂഥത്തിൽ നെപ്റ്റ്യൂണിനപ്പുറം പ്ലൂട്ടോയോട് ചേർന്നുള്ള മേഖലയിൽ ഭ്രമണം ചെയ്യുന്ന പാറക്കഷ്ണമാണ് അരോക്കോത്ത്. ഒരു ഗ്രഹപദവിയോ ഉപഗ്രഹ പദവിയോ ഇതിനില്ല. പക്ഷേ ഗ്രഹങ്ങളുടെ രൂപീകരണത്തിൽ നിന്ന് അവശേഷിച്ച സൗരയൂഥത്തിന്റെ ആദ്യകാല ശേഷിപ്പാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജീവന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ കൈമാറാൻ ഈ അരോക്കോത്തിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്.